ഹലോ ഫ്രണ്ട്സ്, മാധവൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഹലോ, അപ്പം നമുക്കൊരു വലിയ പീസ് കാച്ചിലാണ് കിട്ടിയത്. അപ്പം നമ്മൾ അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മളിത് തൊലി ചെത്തിക്കളയുന്നതിന് മുമ്പ് നമ്മളിത് നന്നായിട്ട് കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ മണ്ണ് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ കാച്ചിൽ നിറയെ മണ്ണാവും. ഇത്രയും വലിപ്പമുള്ള പീസായിട്ടാണ് കേട്ടോ നമ്മളിത് മുറിച്ചെടുക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാച്ചിൽ വയ്ക്കാൻ പോകുന്നത്. പണ്ടൊക്കെ എപ്പോഴും വച്ച് കഴിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അധികം കിട്ടാനില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലധികം വിഷാംശമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. നമുക്കത് പല രീതിയിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നമുക്കിത് പുഴുങ്ങിയെടുക്കാം, പിന്നെ കാച്ചിൽ പുഴുക്ക് ഉണ്ടാക്കാം. എന്ത് ചെയ്താലും ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. കാച്ചിൽ ഞാൻ കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ടേസ്റ്റിന് വേണ്ടി 2-3 വേപ്പില ചേർക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കാച്ചിലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ചെറിയുള്ളിയും ഉണക്കമുളകാണ്. ഇത് നമുക്ക് രണ്ടും കൂടെ ചെറുകനലിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇതൊക്കെ പണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ചമ്മന്തിയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാലത്തൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു ചമ്മന്തിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഈ ചമ്മന്തി നമ്മൾ അധികം ആരും ഉണ്ടാക്കാറില്ല. ഇതിനു വേണ്ടി ആരും സമയം കളയാറില്ല. പക്ഷെ അന്നത്തെ ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 പച്ചയിറക്കിൽ എടുത്തിട്ടുണ്ട്.
ഒന്നിൽ നമുക്ക് ഉള്ളി കോർക്കാം, ഒന്നിൽ നമുക്ക് മുളക് കോർക്കാം, എന്നിട്ട് രണ്ടും കൂടെ ചുട്ടെടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഏകദേശം ഒരു 10-12 ചെറുള്ളി മതിയാവും. ഇനി നമുക്ക് മുളക് ഇതുപോലെ തന്നെ കുത്തി റെഡിയാക്കാം. അപ്പം നമ്മുടെ അടുപ്പിൽ കനൽ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ഉള്ളിയും മുളകും രണ്ടും കൂടെ ചുട്ടെടുക്കാം. ചമ്മന്തി അരച്ചെടുക്കാനുള്ള കല്ല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചുട്ട ഉള്ളിയും പിന്നെ നമ്മുടെ മുളകും ഇതിലിട്ട് ചതച്ച് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ. എന്നാലാണ് ചമ്മന്തി റെഡി ആവുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. മുളക് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ പൊടിഞ്ഞ് നമുക്ക് കിട്ടും. നമ്മൾ ഒത്തിരി ബലമൊന്നും പ്രയോഗിക്കേണ്ട. ചമ്മന്തി നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനായിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്.
വാവ്, നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ സ്മെല്ല്. നാവിൽ കൊതിയൂറും സ്മെല്ല്, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്നൊന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചമ്മന്തിക്ക് വേണ്ടി മാത്രമുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കാച്ചിലും കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ആരും ചെയ്യാതിരിക്കരുത്. ഒത്തിരി പ്രയാസമൊന്നുമില്ല. വേഗത്തിൽ നമുക്ക് ചമ്മന്തിയൊക്കെ റെഡിയാക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാച്ചിലിൻ്റെ വേവൊക്കെ പാകമായിട്ടുണ്ട്. അപ്പം നമുക്കത് ഉള്ളി ചമ്മന്തിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് എരിവും പുളിയും ഉപ്പും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന്. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ല. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട്.